യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഇന്ന് ആഗോള തിരുസഭ വിശുദ്ധ അൽഫോൻസ മുട്ടത്ത് പാടത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. കേരള ക്രൈസ്തവ സമൂഹത്തിന് ഏറ്റവും വലിയ ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും നന്ദി നിറഞ്ഞ മനസ്സിൻ്റെയും ദിനമാണ്. സ്വർഗത്തിലെ ദൈവം നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് ഏറ്റവും മഹത്തായ സ്വർഗീയ നന്മയുടെ അടയാളമായി വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഏറ്റവും മഹത്വമുള്ള വ്യക്തിയാണ് വിശുദ്ധ അൽഫോൻസാമ്മ. ജീവിതത്തിൻ്റെ ത്യാഗങ്ങളിൽ, നൊമ്പരങ്ങളിൽ തകർന്നു പോകാതെ എല്ലാ പീഡാനുഭവങ്ങളും ദൈവ തിരുമനസ്സിനൊത്ത് സ്വീകരിച്ച മഹത്വമുള്ള വ്യക്തിയാണ് വിശുദ്ധ അൽഫോൻസാമ്മ. സഹനത്തിലൂടെ സ്വർഗത്തെ സ്വന്തമാക്കാൻ കഴിയുമെന്ന് ഭൂമിയെ ഒരിക്കൽ കൂടി പഠിപ്പിച്ച വ്യക്തിയാണ്. ജീവിതത്തിലെ എല്ലാ സഹനങ്ങൾക്കിടയിലും ക്രിസ്തുവിൻ്റെ സ്നേഹവും ആ സ്നേഹത്തിൻ്റെ ആഴവും കാണാൻ ഈ കൊച്ചു വിശുദ്ധയ്ക്ക് സാധ്യമായി. നമ്മുടെ മണ്ണിൻ്റെ മണമുള്ള ഈ വിശുദ്ധ സ്വർഗീയ പിതാവിൻ്റെ സന്നദ്ധിയിൽ നമുക്കായി ഇന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിശുദ്ധയുടെ ജീവിതം കൊണ്ട് നമുക്ക് നൽകിയ മഹനീയമായ മാതൃക ഭൂമിയുള്ളിടത്തോളം കാലം നിലകൊള്ളുക തന്നെ ചെയ്യും. തൻ്റെ ജീവിതത്തിലെ എല്ലാ സഹനങ്ങൾക്ക് പിന്നിലും ക്രിസ്തുവിൻ്റെ മുഖമുണ്ടെന്നും അവന് വേണ്ടിയാണ് ഞാൻ സഹിക്കുന്നതെന്നും ഉത്തമ ബോധ്യമുണ്ടായിരുന്ന ഈ വിശുദ്ധ തൻ്റെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങൾക്കിടയിൽ ക്രിസ്തുവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കുവാനും ക്രിസ്തുവിൻ്റെ കുരിശിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാനും എപ്പോഴും പരിശ്രമിച്ചു. ഈ വിശുദ്ധ പറഞ്ഞ ഏതാനും ചില വാക്കുകൾ ഇപ്രകാരമാണ്: പുഞ്ചിരി ഒരു തിരുവെട്ടമാണ്, കരുണയോടെ ഞാൻ പുഞ്ചിരിക്കും, കാരണം ഞാൻ സ്വർഗത്തിൻ്റെ ഭൂമിയിലെ അടയാളമാണ്. വീണ്ടും അവൾ പറഞ്ഞു, എല്ലാ വേദനകളും ഈശോയുടെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുമ്പോൾ കൈവരുന്ന സന്തോഷം എത്ര വലുതാണെന്നോ. ഈ വിശുദ്ധയുടെ ജീവിതത്തിൽ സഹനത്തിൽ അനുഭവിച്ച ആത്മീയ ആനന്ദത്തെക്കുറിച്ച് കൂടി ഈ വചനത്തിൽ പറയുന്നുണ്ട്. ലഭിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് സന്തോഷം. ആ സന്തോഷം ഈ വിശുദ്ധയുടെ ജീവിതത്തിൽ അനർത്ഥമാകുന്നുണ്ട്. ഈശോ എന്ന തിരുനാമം ഉച്ചരിക്കുന്നത് എൻ്റെ നാവിന് ഏറെ മാധുര്യമാണ്. ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും അവൾ ഈശോ എന്ന നാമം ഉച്ചരിച്ചുകൊണ്ടേയിരുന്നു അവസാനം വരെ. എളിമയാണ് സുഹൃതങ്ങളുടെ രാജ്ഞി. എളിമപ്പെടാൻ ലഭിക്കുന്ന ഏതൊരവസരവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ജീവിതത്തിൽ എപ്പോഴും ചെറുതായി നിൽക്കുവാൻ ആഗ്രഹിച്ച വിശുദ്ധയുടെ ജീവിത പാഠം കുറച്ചുകൂടി ലാളിത്യത്തോടുകൂടി ജീവിക്കുവാൻ നമുക്ക് പ്രേരണ നൽകുന്നതാണ്. കർത്താവ് എനിക്ക് വച്ച് നീട്ടിത്തരുന്ന സഹനത്തിൻ്റെ കാസയുടെ മട്ടിയോളം കുടിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് അഭിമാനപൂർവ്വം പറഞ്ഞ വിശുദ്ധ അൽഫോൻസാമ്മ നമ്മുടെ ജീവിത സഹനങ്ങളെ ക്രിസ്തുവിൻ്റെ സ്നേഹമായി കരുതാൻ നമുക്ക് വലിയ മാതൃകയും പ്രചോദനവും നൽകുന്നുണ്ട്. ഈ വിശുദ്ധയുടെ തിരുനാൾ ആഘോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഈ വിശുദ്ധ ദിനത്തിൽ നമുക്കും സ്നേഹപൂർവ്വം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും ദൈവം നമ്മുടെ നേരെ അനുവദിക്കുന്ന ചെറുതും വലുതുമായ സഹനങ്ങളിൽ ദൈവത്തിൻ്റെ കരമുണ്ടെന്ന് തിരിച്ചറിയുവാനും സ്വർഗം സ്വന്തമാക്കുവാനുള്ള ഭൂമിയിൽ നൽകപ്പെടുന്ന ഏറ്റവും മഹത്തായ അവസരമാണ് ജീവിതത്തിൻ്റെ സഹന അനുഭവങ്ങളെന്ന് തിരിച്ചറിയുവാനും അങ്ങനെ സ്വർഗത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്ത് നമ്മുടെ സ്വർഗീയ ജീവിതം ഭൂമിക്ക് നന്മയായി കരുതാൻ, ഭൂമിയിൽ കൂടുതൽ സ്നേഹത്തോടെ നന്മ ചെയ്ത് കടന്നു പോകുവാൻ വലിയ കൃപാവരവും അനുഗ്രഹവും നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗം ഈ വിശുദ്ധ വഴി നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.